ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാവരും നല്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് നല്ല സന്തോഷത്തോടെ ഇഷ്ടമുള്ളവരെ എല്ലാം കണ്ടിട്ടൊക്കെ വന്നിരിക്കുവാണല്ലേ. ഇനിയും നമുക്ക് ടൂറൊക്കെ പോകാൻ വേണ്ടി നമുക്ക് നല്ല മാഗ്നിസ്കേപ്സിന്റെ നല്ല പുതിയൊരു സാധനം ഞാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു നല്ല ക്യൂൾറ്റഡ് ആയിട്ടുള്ള ബാഗാണ് ഈ ബാഗ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ബാഗാണ് ഇത്. ഇതുപോലെ നല്ല നീട്ടമുണ്ട് കേട്ടോ, നല്ല വള്ളിക്കൊക്കെ നല്ല നീട്ടമുണ്ട്. ക്യൂൾറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ഭംഗിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ചിലതിൻ്റെ ഒക്കെ അകത്ത് ഇങ്ങനെ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ചിലതിൻ്റെ അകത്ത് പോക്കറ്റ് ഇല്ല. ഇത് കണ്ടോ, ഇതിനകത്താണെങ്കിൽ നമുക്ക് കുറച്ച് കാശോ കുറച്ച് നമ്മുടെ ഫോണോ ഒക്കെ വെക്കാം. സിബും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യൂൾറ്റഡ് ബാഗാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ. ഇത്രയും ദിവസം നമുക്ക് ഇനി എല്ലാ ദിവസങ്ങളും ഇനി കല്യാണങ്ങളായിരിക്കും, എന്തോ ഒരു ഫംഗ്ഷനാ. അപ്പൊ നമുക്ക് എല്ലാം ട്രാവൽ ചെയ്യണം. അത് തന്നെയല്ല, ഒത്തിരി ഡ്രസ്സും മേടിക്കണം. അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ബെഡ്ഷീറ്റ് മേടിക്കണേ. അപ്പൊ ആദ്യമായിട്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സോഫയുടെ ബാക്കിലിടുന്ന കവേഴ്സാ. അതായത് ഇരിക്കുന്ന സ്ഥലത്തും ചാരുന്ന സ്ഥലത്തും ഇരിക്കുന്നത് വേണമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ, ഇത് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഇത് കണ്ടോ, നല്ല എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ സ്കാലപ്പ് പോലെ ചെയ്തിരിക്കുന്ന വൈറ്റ് കളറാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എടുത്ത് കാണത്തില്ല. അപ്പൊ ഈ എംബ്രോയിഡറി മാത്രമാണ് എടുത്ത് കാണുന്നത്. പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയാ. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒത്തിരി എടുത്ത് കാണുന്ന ഇഷ്ടമില്ലല്ലോ. അപ്പൊ അതിന്റെ തന്നെ അത് ചാരുന്ന വശത്തുള്ളത്, ഇത് ഇരിക്കുന്ന വശത്തുള്ളത് നല്ല ട്രയാങ്കിൾ പോലെ, അതേപോലെ തന്നെ അതിൻ്റെ ചാരുന്ന സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലത്തും ഉള്ളത് സെയിം തന്നെ 2 പീസ് വീതം ചാരുന്ന സ്ഥലത്തും ഇരിക്കുന്നത് പോലെ. അതായത് ഒരു ഫുൾ സെറ്റിൽ എല്ലാം നമുക്ക് കിട്ടും. ഇരിക്കുന്ന സ്ഥലവും ചാരുന്ന സ്ഥലവും എല്ലാം കിട്ടും കേട്ടോ. ഇനി അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നല്ല ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ഈ കളർ ചോദിച്ച് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഈ ഒരു വയലറ്റ് കളർ ഫുള്ളായിട്ട് ഇതുപോലെയാണ്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് കാണാൻ, ഇത് വിരിച്ച് ഫുള്ളായിട്ട് ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി കേട്ടോ. ഇതിന്റെ സ്കാലപ്പ് പോർഷനും സെയിം വയലറ്റ് കളറാണ്. ഇതുപോലെ ഇടയ്ക്ക് പൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസിനും ക്യൂൺ സൈസിനും നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റുന്നത് പോലെയുള്ള നല്ല ഒരു ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇനി എന്താ അടുത്ത പരിപാടി എന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടുമോ? ചില സമയത്ത് എന്നെ പോലെയുള്ള ഈ ബെഡ്ഷീറ്റ് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് സമയമൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മളെല്ലാം തന്നെ കർത്താവിൻ്റെ കൃപയിൽ എല്ലാം ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുവാണേ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യവും 695 തന്നെയാണ് നമ്മുടെ ബെഡ്ഷീറ്റുകൾക്ക് എല്ലാം 100% നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റുകൾ തന്നെയാണ് തരുന്നത്. അതായത് നമുക്ക് ഒരേപോലെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലോ, അപ്പോൾ ഒരേപോലെ ഇരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി 100% നല്ല കളർ ഗ്യാരൻറ്റിയോട് കൂടി നല്ല തിക്കായിട്ടുള്ള കോട്ടൺ, നല്ല പ്രീമിയം ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. ക്രിസ്മസിന് ഇത് കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളി. അയ്യോ, ഞാനിനി ക്രിസ്മസ് പറയുന്നില്ല, ഇനി അടുത്ത വർഷമേ പറയുന്നുള്ളൂ. ഏത് സമയം കൊച്ചു ക്രിസ്മസ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ക്രിസ്മസ് എപ്പോഴാന്ന് പോലും മറന്നുപോയി എന്ന് അയച്ച മെസ്സേജുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ സൈഡ് ബോർഡർ റെഡ് കളർ വരുന്ന നല്ല 695 രൂപയുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 695 രൂപയാണ്, പ്ലസ് ഷിപ്പിംഗ് ആണ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് അടുത്ത ഷീറ്റ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ. അടുത്ത ഷീറ്റ് നല്ല ലീവ്സ് ഒക്കെ ആയിട്ട്, മേപ്പൽ ലീവ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡർ ഈ ഒരു കളറായിട്ട് നല്ല കോമ്പിനേഷനൊക്കെ ഉള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ട്രാവൽ ആയിരിക്കുമല്ലോ. അപ്പൊ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മുഴുവനൊന്നും കാണാൻ തോന്നത്തില്ല. അന്നേരം ഷൂ അങ്ങ് ഓടിച്ചു വിടണം കേട്ടോ, എന്നാലും മുഴുവൻ കാണണം കേട്ടോ. എനിക്ക് എൻ്റെ വീഡിയോ മുഴുവൻ കാണണം എന്നല്ലേ ആഗ്രഹം.
അപ്പോൾ എല്ലാവരും ട്രാവലൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ചൂടാക്കിയ വെള്ളമൊക്കെ തണുപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നല്ല കെയർ ആയിട്ട് കൊണ്ടുപോകണം. നല്ല ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിക്കണം. അതും ഇതും വലിച്ചു വാരിയൊക്കെ കഴിക്കാൻ തോന്നും. നല്ല സ്ഥലത്ത് നിന്ന് നല്ലതാണോ നോക്കിയിട്ട് മാത്രമേ എല്ലാം കഴിക്കാവുള്ളൂ കേട്ടോ. അതൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണെന്ന് ആൾക്കാർ ഓർക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ല, ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ്റൂമിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചില വാഷ്റൂംസ് ഒക്കെ നമ്മൾ ഭയങ്കര ഡേർട്ടിയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, റോൾസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ കരുതണം. അത് കരുതി നമ്മുടെ തോർത്തുമൊക്കെ കരുതി വെക്കുക പോവാവുള്ളേ. നല്ല ഭംഗിയായിട്ട് 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇനി അടുത്ത ഷീറ്റ് കൊണ്ട് എന്ത് രസം. ഇന്നത്തെ ഷീറ്റുകളെല്ലാം നല്ല നല്ല ഷീറ്റാണേ. നല്ല ഭംഗിയായിട്ട് കുഞ്ഞ് സ്റ്റാർ പോലെ ഇരിക്കുന്ന പൂവാട്ടോ. പക്ഷെ പൂവാണേ, ഈ സ്റ്റാറാന്ന് ഓർക്കണ്ട കേട്ടോ. 2 സൈഡ് ബോർഡർ ഈ ഒരു കളറ് നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതുണ്ട് നല്ല ഡാർക്ക് കളറിൽ, നല്ല മഞ്ഞ കളറിലൊരു ഓറഞ്ച് കളർ ഇലകൾ കേട്ടോ. രസമല്ലേ? പിള്ളേരൊക്കെ കയറി ചാടി കളിച്ച് നമ്മുടെ ചേട്ടന്മാർ നമ്മളൊക്കെ ഇങ്ങനെ ടയേർഡായിട്ട് ഒത്തിരി വന്ന് ചെളിയൊക്കെ പറ്റിയാൽ ഇതൊക്കെ കിടന്ന വേഗമൊന്നും അറിയത്തില്ല കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സൊക്കെയോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ബാഗ് വേണം, തോർത്ത് വേണം, സോപ്പ് വേണം, ചീപ്പ് വേണം, കണ്ണാടി വേണം, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതെല്ലാം നമ്മൾ കരുതണം. നമ്മുടെ കാർഡ്സും പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കണം. ഇതെല്ലാം നമുക്ക് ആലോചിക്കണം കേട്ടോ. വെള്ളമൊക്കെ കൊണ്ടുപോകണം. കറക്റ്റായിട്ട് എല്ലാം നല്ല സേഫായിട്ട് എല്ലാവരും പോകാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മാഗ്നിസ്കേപ്സിൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് ഓർഡറും ചെയ്യണം. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിൽ ചില ദിവസം ഫോട്ടോസ് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് പോയി കാണും. അപ്പോൾ അത് നിങ്ങൾ വിഷമിക്കരുത്. അങ്ങനെ വിഷമം പറഞ്ഞ 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ആ വാട്സപ്പ് നമ്പറിൽ ചോദിക്കണം കേട്ടോ. ഈ വെബ്സൈറ്റ് അങ്ങനെയാണല്ലോ, മാഗ്നിസ്കേപ്സിൻ്റെ വെബ്സൈറ്റ് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും വാട്സപ്പിലൊക്കെ ഓർഡർ ചെയ്യണം. നമ്മളിൻ്റെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിലും നമ്മളത് ഓപ്പൺലി ഞാനങ്ങ് പറഞ്ഞു തരുവാണേ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ യാത്രകളൊക്കെ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.